ഹായ് ഫ്രണ്ട്സ്, PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് PSC മുമ്പ് ചോദിച്ചിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ആണ്. PSC ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഞാനിടുന്ന ക്ലാസ്സുകളുടെ എക്സാം ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എക്സാം ഇടും, ഞാൻ ഓരോ വീഡിയോ തന്നിട്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഗ്ലാസ്സിൽ വെള്ളം പറ്റി പിടിച്ചിരിക്കാൻ കാരണമായ ബലവേതാണ്? ഗ്ലാസ്സിൽ വെള്ളം പറ്റി പിടിച്ചിരിക്കാനായിട്ട് കാരണമായ ബലവേദ? അഡ്ഹിഷനാണ്. അഡ്ഹിഷനാണ്. ഗ്ലാസ്സിൽ വെള്ളം പറ്റി പിടിച്ചിരിക്കാൻ കാരണമായ ബലമാണ് അഡ്ഹിഷൻ. SR ഓയിൽസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? SR ഓയിൽസിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. SR ഓയിൽസിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. SR ഓയിൽസിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഇനി ഏതൊക്കെ നദികളെയാണ് പാടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? പാടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ നദികളെയാ? ഗോദാവരി നദിയെയും. ഗോദാവരിയുടെ പ്രത്യേകത എന്താ? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണേത്? ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. അപ്പോൾ ഗോദാവരിയെയും കൃഷ്ണ നദിയെയും ബന്ധിപ്പിക്കുന്നതാണേത്? ഇത് പാടിസീമ പദ്ധതി എന്ന് പറയുന്നത്. പാടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത് കൃഷ്ണ ഗോദാവരിയെ. ഇനി നോക്കിയേ, ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് എന്ന പുരസ്കാരം കൊടുക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാ? പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് പല പരീക്ഷകളിലായിട്ട്. അപ്പം ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ചത് എവിടെ? ഏത് ബാങ്കാ? ലോകത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ചത് ബാർക്ലേസ് ബാങ്കാണ്. ഏതാണ്? ബാർക്ലേസ് ബാങ്കാണ് ലോകത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ചത്. പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരാ? പ്രഥമ ONV പുരസ്കാര ജേതാവ് 2017 തൊട്ടാണ് കൊടുക്കാൻ തുടങ്ങിയത്. ആദ്യം കിട്ടിയത് ആർക്കാ? സുഗതകുമാരിക്കാണ്. പ്രഥമ ONV പുരസ്കാരം ആദ്യം കിട്ടിയത് സുഗതകുമാരിക്കാണ്. കൊടുക്കാൻ തുടങ്ങിയ വർഷം എന്ന് ചോദിച്ചാൽ 2017ആണ്. 2017 തൊട്ടാണ് കൊടുക്കാൻ തുടങ്ങിയത്. ആദ്യം കിട്ടിയ ആളാണ് സുഗതകുമാരി. ഇനി നോക്കിയേ, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികളുടെ കർത്താവാരാ? കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. ആരാ എഴുതിയത്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. തമിഴ്നാട് ദേശീയ കവിയാണ് ആര്? സുബ്രഹ്മണ്യ ഭാരതി. ഓടി വിളയാട് പാപ്പ എന്നൊക്കെയുള്ള പാട്ടില്ലേ, അതെല്ലാം എഴുതിയത് ഇദ്ദേഹമാണ്. അപ്പം കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികളുടെ കർത്താവാണ് സുബ്രഹ്മണ്യ ഭാരതി. ഇനി നോക്കിയേ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം എന്താണ്? ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ഏത് ലോഹമാ? മാംഗനീസാണ്. മാംഗനീസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നറിയാവോ?
ഒഡീഷയാണ്, ഒഡീഷ. അപ്പം മാംഗനീസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷയാണ്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? മാംഗനീസാണ്. ഇനി ചന്ദ്രമുഖി വിലാസം രചിച്ചതാരാ? ചന്ദ്രമുഖി വിലാസം കൊടുങ്ങല്ലൂർ ഒക്കെ അറിയാവോ? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പം എന്നെ എഴുതിയത് ഏത് കൃതിയാ? ഏത് കൃതി എഴുതിയേ? ചന്ദ്രമുഖി വിലാസം. ചന്ദ്രമുഖി വിലാസം രചിച്ചതാരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് എന്താ പറഞ്ഞേ? ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടതാണ്? ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് കുമരകവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ശ്രീമൂലവാസം ഏത് രീതിയിലാണ് പ്രസിദ്ധം? ശ്രീമൂലവാസം ആലപ്പുഴയിലുള്ള ഒരു സ്ഥലമാണത്. എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബുദ്ധമത കേന്ദ്രമാണ്. കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്നു പണ്ട് എന്ത്? ശ്രീമൂലവാസം. അപ്പം PSCയുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ശ്രീമൂലവാസം ഏത് രീതിയിലാണ് പ്രസിദ്ധം? ബുദ്ധമത കേന്ദ്രം. ഇത് എഴുതിയിരിക്കുന്നത് ഇച്ചിരി പ്രശ്നമുണ്ട്. ഞാനൊരു പേന മേടിക്കാം കേട്ടോ. ഫോണിനകത്ത് എഴുതുന്നത് കൊണ്ടാണ്, ക്ഷമിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് ഏത് ലിസ്റ്റിലാണ് പെടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? കൺകറൻറ്റ് ലിസ്റ്റിലാണ്. PSC ചോദിച്ചിട്ടുള്ളതാണ് കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ ഒരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണണം. മൊത്തം വിവരങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ലിസ്റ്റിൽ PSCയുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിരിക്കണം കേട്ടോ. എവിടുന്നാണ് ഈ കൺകറൻറ്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. എഡ്യൂക്കേഷൻ വരും. എഡ്യൂക്കേഷൻ കൺകറൻറ്റ് ലിസ്റ്റാണ്. എഡ്യൂക്കേഷൻ അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റുമായിട്ടുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തിരിക്കുന്നത് എവിടുന്നാ? കാനഡയിൽ നിന്നാണ്. കാനഡ. യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തിരിക്കുന്നത് കാനഡ. കൺകറൻറ്റ് ലിസ്റ്റ് ആണെങ്കിൽ ഓസ്ട്രേലിയയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നതെന്ന്? ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? നമ്മുടെ EMS അല്ലേ? ആ നിയമസഭാ സമ്മേളനം നടന്നത് എന്നാണെന്നാണ്. അവർ അധികാരത്തിൽ വന്നത് 1957 ഏപ്രിൽ 5-നാണ്. ആദ്യത്തെ ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5-നാണ്. ഇനി ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്ന എന്നാന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ആൻസർ എന്നതാ? 1957 ഏപ്രിൽ 27-ആണ്. 1957 ഏപ്രിൽ 27-ആണ്. ബുള്ളറ്റിനിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PSC ബുള്ളറ്റിൻ 1957 ഏപ്രിൽ 27-ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസ്സായത്? ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താ? രാജീവ് ഗാന്ധി. അപ്പം ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിതമായത്, ആക്ട് പാസ്സാക്കിയത്? രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. ഇനി സ്വന്തമായിട്ട് നിയമനിർമ്മാണ സഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ആരായിരിക്കും? നിയമനിർമ്മാണമൊക്കെ നടത്തുന്ന ആരാ? ഇന്ത്യയിൽ നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെൻറ്റാണ്. പാർലമെൻറ്റാണ്. ഈ പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൂടിച്ചേർന്നുള്ളതാണ്? പാർലമെൻ്റ് എന്ന് പറയുന്നത് ലോക്സഭ, രാജ്യസഭ, പിന്നെ പ്രസിഡൻറ്റ്.
ഇത് PSCയുടെ ചോദ്യമാണ്. ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ് ഇവ മൂന്നും ചേർന്നാലാണ് എന്തുണ്ടാകുന്നത്? പാർലമെൻറ്റ് ഉണ്ടാകുന്നത്. പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്ര? 79 80 രാജ്യസഭ, 81 ലോക്സഭ. അങ്ങനല്ലേ? 79 പാർലമെൻറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ എന്നാ പറഞ്ഞത്? സ്വന്തമായി നിയമനിർമ്മാണ സഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ആരാ? പാർലമെൻറ്റാണ്. ഇനി വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം. വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാ? വോട്ടർ പട്ടിക 325 325 വോട്ടർ പട്ടിക. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ആർട്ടിക്കിളിൻ്റെ ക്ലാസ് ഞാൻ 2 ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. ഫുൾ ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആർട്ടിക്കിൾ വോട്ടർ പട്ടികയെക്കുറിച്ച് പറയുന്നത് ഏതാ? 325. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണെങ്കിലോ ഇലക്ഷൻ കമ്മീഷൻ 324. വോട്ടെടുപ്പ് ആണെങ്കിലാണ് 326. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ടാണല്ലോ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടാണ് ഇലക്ഷൻ. അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം ഇല്ലേ? ഇലക്ഷൻ കമ്മീഷൻ 24 വന്നു, വോട്ടർ പട്ടിക അവർ തയ്യാറാക്കി, 26 വോട്ട് കൊടുത്തു ഓർത്താൽ മതി. 324, 25, 26 ഓർത്തിരിക്കുക. ആരോഗ്യമുള്ള മനസ്സിൻ്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതാരാ? ആരോഗ്യമുള്ള മനസ്സിൻ്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാരാ? അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാരാ? സോക്രട്ടീസ് പ്ലേറ്റിൽ അരിയിട്ടു, അലക്സാണ്ടർ വാരി കഴിച്ചു. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാരാ? അലക്സാണ്ടർ അല്ലേ? അലക്സാണ്ടറുടെ ഗുരുവാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിൻ്റെ ഗുരുവാണ് പ്ലേറ്റോയുടെ ഗുരുവാണ് സോക്രട്ടീസ്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാരാ? അലക്സാണ്ടറാണ്. അപ്പോൾ ആരോഗ്യമുള്ള മനസ്സിൻ്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. ഇനി ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡെന്ന് വിശേഷിപ്പിച്ചതാരാ? ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡെന്ന് ഫൽക്കിവാലയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡെന്ന് വിശേഷിപ്പിച്ചതാണ് ഫൽക്കിവാല. അടുത്ത ക്വസ്റ്റ്യൻ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ആര് പറഞ്ഞു? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് മെക്കാളയാണ്. ലോർഡ് മെക്കാളെ പ്രഭുവാണ്. അപ്പം ഇത് ചോദിച്ചിട്ടുള്ളതാണ് PSC കേട്ടോ. പുസ്തകത്തിലും സ്കൂൾ പാഠപുസ്തകത്തിലും എല്ലാം ഇതുണ്ട്. ഏത് നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത്? ഏത് നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത്? ദാമോദറാണ്. ദാമോദർ നദീതട പ്രദേശമാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ റൂർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്താ? ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് കിബിത്തു. ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇവിടെയോ ഗുഹാർ മോത്തി പടിഞ്ഞാറ് കേട്ടോ. പടിഞ്ഞാറ് ഗുഹാർ മോത്തി. ഇന്ദിരാക്കോളല്ലേ ഇവിടെ ഇന്ദിരാക്കോള്, ഇവിടെ ഇന്ദിര പോയിൻ്റ്. അപ്പം ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇത് രണ്ടും നമുക്കറിയാം. വടക്കും തെക്കും നമുക്ക് ഏകദേശമൊക്കെ അറിയാവുന്നതാണ്. ഇത് രണ്ടും മാറിപ്പോരുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു,
പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. അടുത്ത ക്വസ്റ്റ്യൻ. കർണാടകയിലെ കാപ്പി കൃഷിക്ക് അനുയോജ്യമായ ഉഷ്ണമേഖലാ വാതം ഏതാ? കർണാടകയിലെ കാപ്പി കൃഷിക്ക് അനുയോജ്യമായ ഉഷ്ണമേഖലാ വാതമാണ് ചെറി ബ്ലോസം. ചെറി ബ്ലോസം ബ്ലോസം ചെറി ബ്ലോസം. ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാം തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാ? ധർമ്മശാലയാണ്. ധർമ്മശാല. ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാം തലസ്ഥാനമാണ് ഷിംല. അല്ല, രണ്ടാം തലസ്ഥാനമാണ് ഇത് ധർമ്മശാല. ഒന്നാം തലസ്ഥാനം ഏതാ? ഞാനത് പറഞ്ഞു പോയില്ലേ, ഷിംല. സോറി. ഒന്നാം തലസ്ഥാനം ഷിംലയാണ്. രണ്ടാം തലസ്ഥാനം ഏതാ? ധർമ്മശാലയാണ്. അടുത്ത ക്വസ്റ്റ്യന്. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടി ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാ? കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 144 24 കൂടെ 1 എഴുതിയിട്ട് 24 കേട്ടോ. ഇതാണ് കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ. PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം 1 എഴുതിയിട്ട് 4 അങ്ങ് എഴുതുക. ഓക്കെ. അക്ബരാസ് ലാത്തി ക്ലബ്ബ് എന്നിവയ്ക്ക് രൂപം നൽകിയ ദേശീയ പ്രസ്ഥാന നേതാവാരാ? അക്ബരാസ് ലാത്തി ക്ലബ്ബ് എന്നിവയ്ക്ക് രൂപം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? തിലകനാണ്. ബാലഗംഗാധര തിലകൻ. ഏതൊക്കെയാണ്? അക്ബരാസ് ലാത്തി ക്ലബ്ബ്. അത് ഓർത്തിരിക്കുക കേട്ടോ. അത് ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഭൂവിഭാഗം ഏതാ? ധാതുക്കളുടെ കലവറ ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് എന്തെന്നറിയപ്പെടുന്നത്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത്. ഇനി അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദഗീതങ്ങൾ, ആ പാട്ടില്ലേ? ആ പാട്ട് എഴുതിയതാരാ? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, ആ പാട്ടില്ലേ? അതെഴുതിയതാരാ? പന്തളം KP രാമൻപിള്ളയാണ്. പന്തളം KP രാമൻപിള്ള. ഓർത്ത് വെക്കണം, മാറിപ്പോകരുത്. പന്തളം KP രാമൻപിള്ള. ഏത് പാട്ടാ? അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. ഇതില്ലേ ആ പാട്ട്? അപ്പോൾ ആരെഴുതിയത്? ഇനി മറക്കരുത്, പന്തളം KP രാമൻപിള്ളയാണ്. ഇനി നോക്കിക്കേ, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, ആ പാട്ട് എഴുതിയതാരാ? അത് പന്തളം കേരളവർമ്മയാണ്. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോകരുത്. പന്തളം കേരളവർമ്മ. ഇത് തമ്മിൽ എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എഴുതിയത് പന്തളം KP രാമൻപിള്ളയും. പിന്നെ ഏതാ പറഞ്ഞ ഞാൻ? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാം എന്നെ നീ കാക്കുമാറാകണം, അല്ലേ? ആ പാട്ട് എഴുതിയതാരാ? പന്തളം കേരളവർമ്മയാണ്. പന്തളം കേരളവർമ്മ. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ഇനി അടുത്ത് നോക്കിയേ, ഞാൻ വിജ്ഞാൻ വിമുക്ത. ഞാൻ വിജ്ഞാൻ വിമുക്ത, അറിവാണ് മോചനം, അല്ലേ? UGCയുടെ ആപ്തവാക്യം. ഏതിൻ്റെയാ? UGC നിലവിൽ വന്ന വർഷം ഏതാ? 1953 UGC നിലവിൽ വന്നത്. UGCയുടെ ആപ്തവാക്യം എന്താണ്? ഞാൻ വിജ്ഞാൻ വിമുക്ത, അറിവാണ് മോചനം എന്ന് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അറിവാണ് മോചനം ഏതിൻ്റെ ആപ്തവാക്യമാണെന്ന്? അറിവാണ് മോചനം. അപ്പോൾ അത് UGCയുടെ ആണ്. ഇനി നോക്കിയേ, അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ
മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയതാരാ? അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ പൂർണ്ണമായി മഹാഭാരത കഥയാണ്. മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിലാക്കിയത് ആരാ? ദസ്വന്താണ്. ദസ്വന്ത് PSCയുടെ ക്വസ്റ്റ്യനാണ്. മഹാഭാരത കഥയാണ് രാസ്നാമ എന്ന പേരിൽ അക്ബറിൻ്റെ ഭരണകാലത്ത് ചിത്രരൂപത്തിൽ തയ്യാറാക്കിയതാണ് ആര്? ദസ്വന്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ലാവാശിലകളുടെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ് ഏതാ? ലാവാശിലകളുടെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ് ബ്ലാക്ക് സോയിൽ. റിഗർ സോയിൽ ഇല്ലേ, ഇതല്ലേ ബ്ലാക്ക് സോയിൽ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണുന്ന പ്രദേശം ഏതാ? ജില്ല ഏതാ കറുത്ത മണ്ണ്? അറിയാവോ? പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഏതാ? അതും പാലക്കാടാണ്. അപ്പോൾ ബ്ലാക്ക് സോയിൽ എന്താ ഇപ്പോൾ പറഞ്ഞു വന്നത്? എന്താ ക്വസ്റ്റ്യൻ? എന്താ? ലാവാശിലകളുടെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ് ഏത്? ബ്ലാക്ക് സോയിൽ. യെസ് ആയത് കേട്ടോ, ബ്ലാക്ക് സോയിൽ. ഇനി കേരളത്തിൽ കറുത്ത മണ്ണ് കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാ? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഏതാ? പാലക്കാട്. നിലവിൽ വന്നത് എന്നാ? 57 ജനുവരി 1. കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, ആലപ്പുഴ 57 ജനുവരി 1. ഇതിൽ ആലപ്പുഴ ഓഗസ്റ്റ് 17. ഞാനൊരു പാട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണണം കേട്ടോ. അപ്പോൾ 1957 ജനുവരി 1 കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട് ജനുവരി 1 കേട്ടോ. എന്നാണ് കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട് ഇത് മൂന്നും 1957 ജനുവരി 1. ആലപ്പുഴ 57 തന്നെയാണെങ്കിലും 57 ഓഗസ്റ്റ് 17 ആലപ്പുഴ നിലവിൽ വന്നത്. ജസ്റ്റ് ഞാനിവിടെ പറഞ്ഞതേ ഉള്ളേ. അപ്പം ഞാൻ പറഞ്ഞു വന്ന പിടികിട്ടിയല്ലോ. ലാവാശിലകളുടെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ് ബ്ലാക്ക് സോയിൽ. അത് പറഞ്ഞതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ ഏതാ? മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിനാണ് മേധ. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ ഏതാ? മേധയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്ന് വിളിക്കുന്നത് ഏതിനെയാ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്ന് വിളിക്കുന്നത് ബംഗാളിനെയാണ്. ഇനി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞാരാ? DS കോത്താരിയാണ്. ഇതൊക്കെ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറിയിലാണെന്ന് പറഞ്ഞത് DS കോത്താരി. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരന് അഭിരുചിയിലും അഭിപ്രായത്തിലെന്ന് പറഞ്ഞതോ? അത് മെക്കാളയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ലോർഡ് മെക്കാളെ. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്സവങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അറിയാവോ? ഉത്സവങ്ങളുടെ നാട് നാഗാലാൻഡ്. ഉത്സവങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഇന്ത്യയുടെ സെൻസസ് ദിനം എന്നാ? ഇന്ത്യൻ സെൻസസ് ദിനം അറിയാവോ? ഇന്ത്യൻ സെൻസസ് ദിനം എന്നാണ്? ഫെബ്രുവരി 9. ഫെബ്രുവരി 9 എന്ത്? ഇന്ത്യൻ സെൻസസ് ദിനം. ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച് ഗുലാംഗിരി എന്ന പുസ്തകം രചിച്ചതാരാണ്? ജ്യോതിറാവു ഫുലെ. ഇദ്ദേഹം അംബേദ്കറുടെ ഗുരുവാണ്. ആരുടെ ഗുരുവാണ്? അംബേദ്കറുടെ ഗുരു ആരാന്ന് ചോദിച്ചാൽ ആരാ? അംബേദ്കർ. ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. അംബേദ്കർ എവിടെ വെച്ചായിരുന്നു 1956 ബുദ്ധമതം സ്വീകരിച്ചത്? അറിയാവോ? എവിടെ വെച്ചാ? നാഗപ്പൂർ. അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലാസ് ഇട്ടതാണ്, ചുമ്മാ ജസ്റ്റ് ഓർത്തിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. നാഗപ്പൂർ. ഇനി പ്രഷർ കുക്കറിലെ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണെന്നറിയാവോ? പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്?
120°C ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നവജാത ശിശുക്കളെക്കുറിച്ചുള്ള പഠനം എന്താ? നവജാത ശിശുക്കളെക്കുറിച്ചുള്ള പഠനം അറിയാവോ? നിയോനേറ്റോളജി. എന്താണ്? നിയോനേറ്റോളജി. നവജാത ശിശു പഠനം എന്താ? നിയോനേറ്റോളജി. ഇനി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലഫോണിൽ കൂടെ നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ഫോണിൽ കൂടെ നമുക്ക് ചോദിക്കാം, വിവരം അറിയാം, വിവരങ്ങൾ ചോദിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അല്ലേ? പട്ടികജാതിക്കാർ കൂടുതലുള്ളത് ഉത്തർപ്രദേശാണ്. വർഗ്ഗക്കാരാണ് മധ്യപ്രദേശ്. പട്ടികവർഗം. എന്തുകൊണ്ടാണ്? മധ്യപ്രദേശിലല്ലേ വനം കൂടുതൽ, അപ്പോൾ ആദിവാസികളൊക്കെ അവിടെ കാണും. അങ്ങനെ ഓർത്ത് വെക്കുക. മധ്യപ്രദേശിലാണ് പട്ടികവർഗക്കാർ കൂടുതൽ, ഉത്തർപ്രദേശിലാണ് പട്ടികജാതിക്കാർ കൂടുതൽ, ഉത്തർപ്രദേശിൽ ജനസംഖ്യ കൂടുതലാണ്. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കുക. അത് ഞാൻ ഓരോ സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കുമേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? ഓരോ സർക്കാർ ഓഫീസ് നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം ഏതാ? സേവനാവകാശ നിയമമാണ്. GST നിലവിൽ വന്ന തീയതി 2017 ജൂലൈ 1 എന്നാണ് GST നിലവിൽ വന്നത്? 2017 ജൂലൈ 1 നിലവിൽ വന്നത്. ഏത് സംസ്ഥാനത്ത് ആദ്യം നിലവിൽ വന്നേ? ആസാം അല്ലേ? ആസാമിലാണ് ആദ്യം നിലവിൽ വന്നത്. ഇനി ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് ഏത് വർഷം ദിവസം? ഗാന്ധിജി ആദ്യം കേരളത്തിൽ വന്നത് ഏത് വർഷമാണ്? 1920. ഗാന്ധിജി കേരളത്തിൽ വന്നത് 5 തവണയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, ഷോർട്ട് നോട്ടായിട്ട് കേട്ടോ. ഗാന്ധിജി ആദ്യം കേരളത്തിൽ വന്ന 1920 ഓഗസ്റ്റ് 18 എന്തുമായി ബന്ധപ്പെട്ട? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണ അർത്ഥമാണ്. ഇനി ഖിലാഫത്ത് സമരം ഓപ്ഷനിലില്ല, നിസ്സഹകരണ സമരമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഏതെഴുതണം? നിസ്സഹകരണ സമരം എഴുതണം കേട്ടോ. PSC ഇതിന് ആൻസർ കൊടുത്തിരിക്കുന്ന ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം ആണ്. വന്ന വർഷം ദിവസമെല്ലാം ഓർത്തിരിക്കുക. അത് ഞാൻ വേറെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്ത്യൻ ഭരണഘടനയിൽ 18ാം ഭാഗം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? അടിയന്തരാവസ്ഥ. ഈ ഭാഗങ്ങളുടെ ഒരു ക്ലാസ് ഞാനിടും കേട്ടോ. അടിയന്തരാവസ്ഥ, ഇത് മിക്സഡ് GK ആയിട്ട് കൂട്ടിയാൽ മതി. ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 18ാം ഭാഗമാണ്, പാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കാശ്മീരില്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി. കാശ്മീരില്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാ? ജഹാംഗീർ. അപ്പോൾ കാശ്മീരില്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. ഇനി ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. ആർക്കാണ്? കേന്ദ്ര സർക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ലോകായുക്ത. ലോകായുക്തയാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അനന്തപത്മനാഭൻ്റെ തോപ്പ് എന്നു പേരുള്ള ദ്വീപ് അറിയാമോ? അനന്തപത്മനാഭൻ്റെ തോപ്പ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാ? പാതിരാമണലാണ്.
പാതിരാമണൽ ഏത് കായലിലാണ്? വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഏത്? വേമ്പനാട്ട് കായലെന്ന് പറയുന്നത്. ഇനി ആഴം കൂടിയ കായലെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതണ്ടേ? കേരളത്തിൽ ആഴം കൂടിയ കായൽ ഏതാണ്? ഏതാ? അഷ്ടമുടി കായൽ കൊല്ലത്താണ്. അഷ്ടമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാലോ? അതേതാ? ശാസ്താംകോട്ട. ശുദ്ധജല തടാകം എന്ന് പറഞ്ഞാൽ എന്താ? കടലുമായിട്ട് ഉപ്പുവെള്ളം കയറത്തില്ല അവിടെ, അതാണ് ശുദ്ധജലം എന്ന് പറയുന്നത്. കടലുമായിട്ട് ബന്ധമില്ല ശുദ്ധജല തടാകത്തിന്. ഓക്കെ, കടലുമായിട്ട് ബന്ധമുള്ളതിനകത്ത് എന്ത് കാണും? ഉപ്പുവെള്ളം കാണത്തില്ലേ? വേമ്പനാട്ടിന് കായലിനൊക്കെ കടലുമായിട്ട് ബന്ധമുണ്ട്, പിന്നെ എറണാകുളത്തൊക്കെ വെച്ച് അങ്ങനെയില്ലേ. പക്ഷേ ഇതിനെന്തില്ല? ശാസ്താംകോട്ട കായലിൻ്റെ പ്രത്യേകത ശുദ്ധജല തടാകം എന്ന് പറയാൻ കാരണം കടലുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാൻ, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. ആഴം കൂടിയത് അഷ്ടമുടി കായലാണ്. വലുതാണെങ്കിൽ വേമ്പനാട്ട് കായലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? പഴങ്ങൾ പഴുക്കാൻ പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എത്തിലിനാണ്. എത്തിലിനാണ് പഴുക്കാൻ സഹായിക്കുന്നത്. ഈ കരിന്തണ്ടൻ ചുരം എന്നറിയപ്പെടുന്ന ചുരം ഏതാണെന്നറിയോ? കരിന്തണ്ടൻ ചുരം താമരശ്ശേരി ചുരമാണ്. താമരശ്ശേരി ചുരം PSC ചോദിച്ചിട്ടുണ്ടേ. താമരശ്ശേരി ചുരമാണ് കരിന്തണ്ടൻ ചുരമെന്ന് അറിയപ്പെടുന്നത്. GST കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടാ? GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകുന്ന ഉദ്യോഗസ്ഥന് ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താനായിട്ടാണ് വിവരാവകാശ കമ്മീഷൻ അധികാരമുള്ളത്? ഇപ്പം വിവരാവകാശ നിയമപ്രകാരം ഒരാൾ മറുപടി കൊടുത്തു, ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുമല്ലോ മറുപടി. 10 രൂപയാണ് അതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. വിവരാവകാശ വെക്കാനായിട്ട് നമ്മളൊരു ഓഫീസിൽ ചെന്ന് വിവരാവകാശം വെക്കാനാണെങ്കിൽ 10 രൂപയുടെ പിന്നെ ചാർജുണ്ട്. 10 രൂപ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചാണ് ഇത് കൊടുക്കുന്നത്. 10 രൂപയാണ് അതിന് ഫീസ് 10 രൂപയാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് അവരതിന് തെറ്റായ മറുപടി നമുക്ക് തന്നാൽ ശരിയായ മറുപടി തരുന്നിടം വരെ ഒരു ദിവസം 250 രൂപ പിഴയിടാം. ആർക്ക്? വിവരാവകാശ കമ്മീഷന്. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 പരമാവധി തുകയെന്ന് ചോദിച്ചാൽ അത് 25,000 കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട്. പരമാവധി തുക ചോദിക്കുക. എത്ര രൂപ ഒരാൾക്ക് മേൽ ചുമത്താം? 25,000 രൂപ വരെ ചുമത്താവുന്നതാണ്. ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാ? ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ മഞ്ഞ നിറമാണ്. ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയെ സൂചിപ്പിക്കുന്ന നിറം ഏതാ? മഞ്ഞ നിറമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്ര മതി. അടുത്ത ക്ലാസ്സിൽ ബാക്കി PSC ബുള്ളറ്റിനിലെ GKയുമായിട്ട് ഞാൻ വരാം. അതുവരെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ LDCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ കാണുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പ്രയോജനപ്രദമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, താല്പര്യമുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എക്സാം ഇടും. ദിവസം ഒരു 1-1.25 മണിക്കൂർ, അത്രേ ഉള്ളൂ കേട്ടോ. എക്സാം ഒരു കൃത്യസമയം ഞാൻ തരാം. ആ സമയത്ത് മാത്രമേ ഞാൻ എക്സാം എടുത്തുള്ളൂ. PSC പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.